സാധനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നറിയോ? ചേച്ചി കല്ലു, നീ പോയി ബാലമാമയോ ആകാശേട്ടനെ വിളിക്ക്. കണ്ടില്ലേ നിന്റെ അച്ഛൻ, ഇയാൾക്ക് ഞാൻ ബാബുക്കുട്ടനെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണമെന്ന്. എന്താ അച്ഛാ ഇത്? ഇത് ഞാറാണ്ട വീടൊന്നുമല്ലോ ചേച്ചി ഇങ്ങനെ ഭരിക്കാൻ. അച്ഛൻ ഇവിടെ കേറി വരാൻ നാണം ഇല്ലാതെ പോയല്ലോ. ഒന്നും വേണ്ട, അച്ഛൻ്റെ അടുത്ത് ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി നാണം കെടുത്താതെങ്കിലും ഒന്ന് പെരുമാറിക്കൂടെ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ എന്നെ പെരുമാറ്റം പഠിപ്പിക്കൊന്നും വേണ്ട. ഇത് ആയിരപ്പറ വീടാ, ഇവളുടെ അമ്മാവന്റെ വീട്, സമ്മതിച്ചു. പക്ഷേ നിനക്കിവിടെ എന്താടി കാര്യം? ഒരമ്മ പറ്റൊന്നും അല്ലല്ലോ ചേച്ചി ഇന്ന് വിളിച്ച് വാലത്ത് പോയി പിടിച്ച് കൂടെ നടക്കാൻ. ദേ, ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നീ ഞങ്ങളുടെ കൂടെ വന്നോണം. അനിയത്തിന്ന് വിളിക്കാനും കൂടെ കൊണ്ടു നടക്കാനും ഒരമ്മ പറ്റതാവണമെന്നൊന്നുമില്ല. കല്ലു എന്റെ അനിയത്തി തന്നെയാ. ഒരച്ഛനുണ്ടായതാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇതുവരെ ഇവളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? കല്ലു, നീ പോയി ബാലമാമയെ വിളിച്ചോണ്ടോ. ഈ ശല്യം ഇവിടുന്ന് നേരെ ചൊവ്വ ഇറങ്ങിപ്പോകുന്നു തോന്നില്ല. ബാബുക്കുട്ടനെ സ്വീകരിക്കണം പോലും. അയാളെ അകത്ത് കയറ്റിയത് എന്തിനാന്നാ ഞാൻ അവിടെ ചെന്ന് ചോദിക്കാൻ പോകുന്നേ. എല്ലാവരുടെ മുൻപിൽ വെച്ച് അയാളെ ഇറക്കി വിടുന്ന കാണണോ നിങ്ങക്ക്? ഞാൻ പോയി ബാലമാമയെ വിളിച്ചിട്ട് വരാം ചേച്ചി. നീ പിടിക്കുമല്ലേടി? അല്ല, അയാള് വന്നാലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഇനി നീ ഈ വീട്ടിൽ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ വരുന്നില്ല. എന്തിനാ? ചേച്ചിയെ കിട്ടാത്തോണ്ട് എന്നെ പിടിച്ച് ബാബുക്കുട്ടന് കൊടുക്കാനാണോ? കൊടുക്കൊടി. വേണ്ടി വന്നാൽ ഞാൻ അവനെ നിന്നെ കൊണ്ട് കെട്ടിക്കും. കാരണം എവള് കാരണം ബാബുക്കുട്ടന് ചെലവായ കാശ് അങ്ങനെയെങ്കിലും മുതലാവട്ടെ. തന്തേ തല്ലിയോളം എന്നെ കേൾപ്പിക്കരുത്. ഇറങ്ങി പോകുന്നുണ്ടോ? അതോ ഒന്ന് വന്നേ. ഇതുകൊണ്ടൊന്ന് ശാന്തപ്പന് അടങ്ങിയിരിക്കില്ലടി. ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങോട്ട് വന്നേ. വാ.